السلام عليكم ورحمة الله تعالى وبركاته. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من حسن إسلام المرء تركه ما لا يعني. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ബഹുമാനപ്പെട്ട അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുള്ളതായ ഹദീസാണ് ഓതി കേൾപ്പിച്ചിരിക്കുന്നത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർ, ഒരു വ്യക്തിയുടെ ഇസ്ലാമിക നന്മയിൽ പെട്ടതാണ് തർക്കുഹു മാ ലാ യഅനി, അവനുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളെ അവൻ ഒഴിവാക്കുക എന്നുള്ളത്. ഇസ്ലാമികമായിട്ട് ഏറ്റവും നല്ല ഒരു പ്രവർത്തനമാണ് നാമുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളത്. നമ്മളുടെ ജീവിതത്തിനിടയിൽ പല സന്ദർഭങ്ങളിലായി നമ്മൾ പെട്ടുപോകാറുണ്ട് മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, കല്യാണ ആലോചനകൾ. ഏതെങ്കിലും ഒരു ചെറുക്കനെയും ഒരു സ്ത്രീയും കല്യാണം കഴിയുന്നതായ ഒരു ആലോചനവുമായി ബന്ധപ്പെട്ട് അവർ സംസാരിക്കുകയും അവർ കല്യാണങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുകയാണ്. ഒരു ബന്ധവുമില്ലാത്ത നമ്മൾ അതിൽ ഇടപെടുകയും ആ ഇടപെടലോടുകൂടെ ആ കല്യാണം തന്നെ നഷ്ടപ്പെടുന്നതായ, വേർപിരിയുന്നതായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചെല്ലുകയാണ് ചെയ്യുന്നത്. നമ്മൾക്കറിയാം, കച്ചവട രംഗങ്ങളിൽ വിൽപ്പന നടത്തുന്ന സമയത്ത് രണ്ട് വ്യക്തികൾ കച്ചവടം ചെയ്യുകയാണ്. നമ്മൾക്ക് ആ കച്ചവടവുമായി ഒരു ബന്ധവുമില്ല. നമ്മൾ അതിൽ ഇടപെട്ടുകൊണ്ട് അവർക്കുള്ളതായ കച്ചവടത്തിന് നഷ്ടത്തിലാക്കുക, പരാജയപ്പെടുത്തുക, ആ കച്ചവടം ഇല്ലാതെയാക്കുക തുടങ്ങിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ മൂന്നാമത്തെ ഒരു വ്യക്തി അവിടെ ചേർന്ന് സംസാരിക്കുമ്പോൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ നാമുമായി ബന്ധമില്ലാത്ത ഒരൊറ്റൊരു പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടാൻ പാടില്ല. നമ്മളുടെ വ്യക്തി സ്വഭാവങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നന്മ സമൂഹത്തിലേക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളത്. സമൂഹം നമ്മളെ വീക്ഷിക്കുന്ന സമയത്ത് അവർക്ക് നമ്മളെ സംബന്ധിച്ച് നന്മയായി അവർക്ക് കാണാൻ കഴിയണം. നല്ലൊരു വ്യക്തിത്വമുള്ള, നല്ലൊരു സ്വഭാവമുള്ള ഒരു വ്യക്തിയായി അവർ കാണണമെങ്കിൽ നമ്മളുടെ ഭാഗത്ത് നന്മകൾ ഉണ്ടായിരിക്കണം. നമ്മളുടെ ജീവിതത്തിൽ അധികവും തിന്മകളാണ് ജനങ്ങളുമായി ഇടപെടുന്ന സമയത്ത് സംഭവിക്കുന്നതെങ്കിൽ നമ്മളുടെ വ്യക്തിത്വത്തെ സമൂഹം മനസ്സിലാക്കുന്നത് ഇദ്ദേഹം വളരെ മോശപ്പെട്ട മനുഷ്യനാണെന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ പരിശുദ്ധമാക്കപ്പെടുന്ന ദീനുൽ ഇസ്ലാം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സ്വഭാവ രീതി നല്ല സ്വഭാവം ആയിരിക്കണം. അതിനു വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഇസ്ലാമികമായുള്ള നന്മ അദ്ദേഹത്തിന് ആവശ്യമാകുമ്പോൾ അവനുമായി ബന്ധമില്ലാത്തതായ കാര്യങ്ങളിൽ അദ്ദേഹം ഏർപ്പെടാൻ പാടില്ല എന്നുള്ളത് വളരെ വ്യക്തമായി ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഉദാഹരണം കൂടി അറിയിക്കുകയാണ്. സ്ഥലം കച്ചവടം ചെയ്യുന്നതായ സന്ദർഭങ്ങളിൽ നാമുമായി ബന്ധപ്പെടാത്ത, ഒരു ബന്ധവുമില്ലാത്ത രീതിയിലുള്ളതായ സ്ഥലം കച്ചവടം ചെയ്യുന്ന ആളുകളോട് നമ്മൾ ഇടപെടുക എന്നുള്ളത് അതും അത്രേ അനുയോജ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ, ആകയാൽ എല്ലാ വിഷയങ്ങളിലും നാമുമായി ബന്ധമില്ലാത്ത ഒരു വിഷയത്തിൽ നമ്മൾ ഏർപ്പെടാൻ പാടില്ല. ഇതാണ് ഈ ഹദീസിലൂടെ നമ്മളെ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നന്മ പ്രവർത്തിക്കാൻ, നല്ലത് സമൂഹത്തിനേക്ക് ചെയ്തു കൊടുക്കാനും
നമ്മളുടെ സ്വന്തം വ്യക്തിപരമായും നമ്മളുടെ വീട്ടുകാർക്കും അതുപോലെ തന്നെ സമൂഹത്തിന് നന്മ ചെയ്തുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.